കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധം, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തയാൾ അറസ്റ്റിലായി. ലോഡ് ഷെഡിംഗ് പിൻവലിച്ചു, നാളെ മുതൽ ലോഡ് ഷെഡിംഗ് ഇല്ല. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ഇന്ന് ഇടത് യോഗം. വിളവെടുപ്പ് കാലമായിട്ടും പച്ചക്കറിയുടെ വില കുതിച്ചുയരുന്നു. ഈജിപ്തിൽ ഇന്നും നാളെയും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കർശനമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊട്ടേഷൻ സംഘാംഗം സിജിത്ത് അറസ്റ്റിലായി. മൈസൂരിൽ നിന്നാണ് സിജിത്ത് പിടിയിലായത്. ഈ കേസിൽ കൊട്ടേഷൻ സംഘാംഗം ആദ്യമായാണ് പിടിയിലാവുന്നത്. കൃത്യം നടക്കുന്നതിനിടെ ഇയാളുടെ കൈക്ക് വെട്ടേറ്റിരുന്നു. പരിക്കേറ്റ ശേഷം ചികിത്സിച്ചത് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ കണ്ണൂരിലെ 2 CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ടായിരുന്നുവെന്ന മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇവരാണ് ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശിച്ചതെന്നും സൂചനയുണ്ട്. രാവിലെ 10:30 ആശുപത്രിയിൽ കൊണ്ടുവന്ന സിജിത്തിനെ അന്നു രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ആദ്യം ചികിത്സ തേടിയത് ചൊക്ലിയിലെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിലായിരുന്നു. പിറ്റേന്ന് കൂത്തുപറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത് CPM ജില്ലാ നേതാവാണ്. ഇയാളാണ് സിജിത്തിനെ തലശ്ശേരി ആശുപത്രിയിൽ എത്തിക്കാൻ സഹായം ചെയ്തത്. പിന്നീട് സിജിത്തിനെ കർണാടകത്തിലേക്ക് കടത്തിയത് CPM ജില്ലാ നേതാവിന്റെ കാറിലായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അണ്ണൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സിജിത്ത് കണ്ണൂർ സ്വദേശിയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ഇടതു പാർട്ടികൾ ഇന്ന് യോഗം ചേരും. രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ തേടി NCP നേതാവ് PA സാങ്മ CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യോഗത്തിൽ തന്റെ സ്ഥാനാർത്ഥിത്വകാര്യം ചർച്ച ചെയ്യാമെന്ന് കാരാട്ട് ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PA സാങ്മ പറഞ്ഞു. ഇടതു പാർട്ടികളുടെ യോഗത്തിന് മുന്നോടിയായി CPI ജനറൽ സെക്രട്ടറി G സുധാകരൻ റെഡ്ഡിയും കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം അടുത്ത മാസം 8 ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന അവൈലബിൾ PB യോഗത്തിൽ ധാരണയായി. TP ചന്ദ്രശേഖരൻ കേസിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കണം എന്നതാണ് CPM നിലപാടെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. സംസ്ഥാന നേതൃത്വത്തിനും VS അച്യുതാനന്ദനുമിടയിലുള്ള കടുത്ത ഭിന്നത ഗൌരവത്തോടെയാണ് CPM കേന്ദ്ര നേതൃത്വം കാണുന്നതെങ്കിലും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ ചർച്ച മതിയെന്നാണ് തീരുമാനം. ജൂൺ 8 PB ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. ജൂൺ 9, 10 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റിയിലും കേരള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. VSന്റെ കത്ത് അർഹിക്കുന്ന ഗൌരവത്തോടെ പരിഗണിക്കുമെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അർഹിക്കുന്ന ഗൗരവത്തോടെ ഓരോ കത്തുകളും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. അതേസമയം സംസ്ഥാന നേതൃത്വം മാറണമെന്ന VSന്റെ കത്തിലെ ആവശ്യം പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മറുപടി. പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്ന് VS കത്തിൽ പറഞ്ഞിട്ടില്ലെന്നും യെച്ചൂരി പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് അന്വേഷണം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് വരെ വൈകിപ്പിക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്നും യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കണമെന്നതാണ് പാർട്ടി നിലപാടെന്നും യെച്ചൂരി വ്യക്തമാക്കി. VSനെതിരെ പുറത്താക്കലടക്കമുള്ള കർശന നടപടി വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യമെങ്കിലും ഇത് ഒഴിവാക്കാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്.
VS അച്യുതാനന്ദൻ സംഘടനാപരമായി ഉയർത്തിയ പ്രശ്നങ്ങളിൽ തെറ്റില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ പറഞ്ഞു. VS കത്തിലുന്നയിച്ച വിഷയങ്ങൾ സംഘടനാപരമായി തന്നെ പാർട്ടി പരിശോധിക്കും. അത് സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന നിലപാടിനൊപ്പം VS ഉറച്ചു നിൽക്കും. VSന്റെ നിലപാടാണ് ശരിയെന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് തോന്നിയാൽ അത് അംഗീകരിക്കപ്പെടുമെന്നും AK ബാലൻ നെയ്യാറ്റിൻകരയിൽ പറഞ്ഞു. അതുപോലെ തന്നെ CCയും അത് പരിശോധിക്കും. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ആകേണ്ട ആവശ്യമില്ല. അത് പാർട്ടി തലത്തിൽ തന്നെ അന്വേഷിച്ച് അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും. അത് അക്ഷരം പ്രതി VS അംഗീകരിക്കുകയും ചെയ്യും. അതാണ് VS. CPM വിട്ടുപോകാൻ പാർട്ടി വിരുദ്ധന്മാർക്ക് മാത്രമേ കഴിയൂ എന്ന് AK ബാലൻ പറഞ്ഞു. എന്നാൽ VSന്റെ ചരിത്രം അതല്ല. VSനെ തെറ്റിദ്ധരിപ്പിച്ച് പുറത്തു കൊണ്ടുപോകാനാണ് ചിലർ ശ്രമിക്കുന്നത്. അത് നടക്കില്ല. സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായം പറയുന്ന നേതാവാണ് VS എന്നും ബാലൻ പറഞ്ഞു. പാർട്ടി വിരുദ്ധന്മാർക്ക് മാത്രമേ പാർട്ടിക്ക് പുറത്തു പോകാൻ പറ്റൂ. VSന്റെ ചരിത്രം അതല്ല. VS സ്വതന്ത്രമായിട്ട് നിർഭയമായ അഭിപ്രായങ്ങൾ പറയൂ. ഡാങ്കെ പ്രയോഗമടക്കം VS പറയുന്നത് ശരിയാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയാൽ പാർട്ടി ആ തീരുമാനത്തിനൊപ്പം നിൽക്കും. മറിച്ച് VSന്റെ നിലപാട് ശരിയല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയാൽ VSും അതിനൊപ്പം നിൽക്കും. AK ബാലൻ പറഞ്ഞു. നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കർശനമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് പാടില്ല. വാഹനങ്ങൾ നിർത്തിയിട്ട ശേഷം മാത്രമേ അനൗൺസ്മെന്റ് നടത്താൻ പാടുള്ളൂ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം നടക്കുന്നതിന് സമീപം മറ്റ് മുന്നണികളോ സ്ഥാനാർത്ഥികളോ അനൗൺസ്മെന്റ് നടത്തരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന കണക്കും സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന കണക്കും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ യൂസഫ് മിജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. സാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശന കരാറിൽ കാത്തലിക് മാനേജ്മെന്റുകളും സർക്കാരും കരാർ ഒപ്പിട്ടു. 12 കോളേജുകളിലായി 6000 സീറ്റുകളിലാണ് തീരുമാനം. 75,000 രൂപ ഏകീകൃത ഫീസ്. BPL വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കും. ലോഡ് ഷെഡിംഗ് പിൻവലിച്ചു. നാളെ മുതൽ ലോഡ് ഷെഡിംഗ് ഇല്ല. ലോഡ് ഷെഡിംഗ് പിൻവലിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു. ഡീസൽ നിലയങ്ങളിൽ നിന്ന് കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാനും മന്ത്രിസഭ KSEBക്ക് അനുവാദം നൽകി. മെയ് അവസാനം വരെ വൈദ്യുതി നിയന്ത്രണം തുടരാൻ കഴിഞ്ഞ ആഴ്ച റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള ലോഡ് ഷെഡിംഗ് പിൻവലിച്ചാലും വൻകിട വ്യാവസായിക ഉപഭോക്താക്കൾക്കുള്ള നിയന്ത്രണം തുടരും. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ലോഡ് ഷെഡിംഗ് പിൻവലിക്കാനുള്ള തീരുമാനമെന്നാണ് കരുതുന്നത്. വിളവെടുപ്പ് സീസണായിട്ടും വില പിടിച്ചു നിർത്താനാവാത്ത കഥയാണ് കേരളത്തിന് പച്ചക്കറി നൽകുന്ന തമിഴ്നാടിന് പറയാനുള്ളത്. വേനൽ മഴയുടെ കുറവ് ഉൽപാദനം കുത്തനെ ഇടിച്ചതോടെ തമിഴ്നാട്ടിൽ പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പച്ചക്കറി ചന്തകളിലൊന്നായ ചെന്നൈയിലെ കോയമ്പേട് മാർക്കറ്റാണിത്. തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിലെ ആഭ്യന്തര പച്ചക്കറി ഉൽപാദനത്തിന്റെ ഏറിയ പങ്കും ഇവിടെയാണ് എത്തുന്നത്. പൊതുവിപണിയിൽ പച്ചക്കറി വില എത്ര ഉയർന്നാലും കോയമ്പേട് മാർക്കറ്റിലെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളെ ഇത് സാധാരണ ബാധിക്കാറില്ല. എന്നാൽ ഇക്കുറി പച്ചക്കറിയുടെ പൊള്ളുന്ന വില കോയമ്പേട് മാർക്കറ്റിനെയും വെറുതെ വിട്ടില്ല. ശീതകാല പച്ചക്കറികളുടെ വിളവെടുപ്പിനു മുമ്പ് ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയിൽ ലഭിക്കാറുള്ള മഴ ഇക്കുറി പേരിന് പോലും ഇല്ലാതെയായതാണ് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ തിരിച്ചടിയായത്. തമിഴ്നാട്ടിലെ പച്ചക്കറി വിപണിയിൽ വേനൽക്കാലത്ത് സാധാരണയുണ്ടാകാറുള്ള നേരിയ വിലക്കയറ്റം ഇത്തവണ പ്രതീക്ഷകളെ തെറ്റിച്ച് മുകളിലേക്ക് കുതിക്കുകയാണ്. പല പച്ചക്കറികളുടെയും ചില്ലറ വിലയിൽ 6 മുതൽ 10 രൂപ വരെ വർധനയാണ് ഒരാഴ്ചയിലുണ്ടായത്. ക്യാബേജ് വില കിലോ 8 രൂപ വർദ്ധിച്ച് 28-ലെത്തി. തക്കാളിക്ക് 15 രൂപയാണ് ചില്ലറ വില. ഒരാഴ്ചക്കുള്ളിലുണ്ടായത് 5 രൂപയുടെ വർധന. ക്യാരറ്റിനും ബീൻസിനും 10 രൂപ വീതം കൂടി കിലോക്ക് 40 രൂപയായി. കത്തിരി വില 7 രൂപ ഉയർന്ന് 26-ലെത്തി. ബീറ്റ്റൂട്ട് വില 10 രൂപ വർദ്ധിച്ച് 30-ലെത്തി. കിലോയ്ക്ക് 10 രൂപയുള്ള സവോളയ്ക്കും 20 രൂപയുള്ള വെണ്ടയ്ക്കും കാര്യമായി വില ഉയർന്നിട്ടില്ല. പച്ചക്കറി വില കൂടാനുള്ള പ്രധാന കാരണം വേനൽ മഴയുടെ കുറവ് തന്നെയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. പച്ചക്കറി വിപണിയിലുണ്ടായ ഈ അപ്രതീക്ഷിത വിലക്കയറ്റം 2ാം ഘട്ട വിളവെടുപ്പ് വരെയെങ്കിലും തുടർന്നേക്കും.
വിപണി വിലയേക്കാൾ 30% കുറച്ച് പച്ചക്കറി വിൽക്കാൻ മന്ത്രിതല തീരുമാനം. പച്ചക്കറി വില രൂക്ഷമായി വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. കാരറ്റ്, ബീൻസ്, പാവക്ക തുടങ്ങി 9ഓളം ഇനങ്ങൾക്ക് വൻ വിലവർധന ഉണ്ടായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. വിപണി വിലയേക്കാൾ 30% വില കുറച്ച് ഹോർട്ടികോർപ്പിന്റെയും സിവിൽ സപ്ലൈസിന്റെയും ഔട്ട്ലെറ്റ് വഴി നേരിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ അടിയന്തര നടപടിയെടുക്കാൻ യോഗത്തിൽ ധാരണയായി. കേരളത്തിലെയും അന്യസംസ്ഥാനങ്ങളിലെയും ഉൽപാദകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനിച്ചു. വില പിടിച്ചു നിർത്തുന്നതിന് സംബന്ധിച്ച് സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇടപെടലാണ് ധീരത എന്ന ശീർഷകത്തിൽ നടന്ന റിസാല ക്യാമ്പയിനിന്റെ ഭാഗമായി റിസാല ഡേയിൽ ആയിരങ്ങൾ വരിക്കാരായി. ജില്ലയിലെ 1500 കേന്ദ്രങ്ങളിൽ നടത്തിയ റിസാല കോർണറുകൾ 10,000-കണക്കിന് വായനാപ്രേമികളാണ് റിസാലയെ പരിചയപ്പെടാൻ സന്ദർശകരായി എത്തിയത്. റിസാല കോർണറുകളിലും യൂണിറ്റ് സ്ക്വാഡ് വർക്കിലുമായിട്ടാണ് വരി ചേർന്നത്. ജില്ലാ, ഡിവിഷൻ, സെക്ടർ കമ്മിറ്റിക്ക് കീഴിൽ പ്രമുഖരെ വരി ചേർക്കൽ പുരോഗമിക്കുന്നു. ജില്ലയിലെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പണ്ഡിതർ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ, ഉദ്യോഗസ്ഥർ, എഴുത്തുകാർ അടക്കം പ്രമുഖർ ഇതിനകം വരി ചേർന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFന്റെ മുഖപത്രമാണ് റിസാല. റിസാലയുടെ ഉള്ളടക്കം വർത്തമാന സാഹചര്യത്തിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. ജില്ലയിൽ ഈ വർഷം 50,000 റിസാല വരിക്കാർ എന്നതാണ് ക്യാമ്പയിൻ കാലയളവിൽ സാധ്യമാക്കുക. ജില്ലാ കൾച്ചറൽ കൌൺസിലിന് കീഴിൽ ഘടകങ്ങൾ വിപുലമായ പ്രചാരണ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. റിസാലക്കായി യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ ഘടകങ്ങളിൽ സമിതികൾ പ്രവർത്തിച്ചു വരുന്നു. ഹൃദയത്തിൽ 2.5 ഇഞ്ചോളമുള്ള ആണി തുളച്ചുകയറി മരണാസന്നനായ യുവാവ് മണിക്കൂറുകളോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ഫർണിഷിംഗ് കമ്പനിയിൽ കരാർ ജീവനക്കാരനായ ഉത്തർപ്രദേശ് ഷോരഗ്പൂർ സ്വദേശി ഗോലു റംജബനെ ആണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സങ്കീർണമായ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത്. മലയാറ്റൂരിൽ ഒരു ബാങ്കിന്റെ കേബിൾ നിർമ്മാണത്തിനായി ലാമിനേറ്റ് ചെയ്ത പ്ലൈവുഡ് ഷീറ്റുകളിൽ ആണി തറയ്ക്കുന്നതിനിടെയാണ് അപകടം. എയർ ഫ്രഷർ മെഷീൻ ഗൺ ഉപയോഗിച്ചായിരുന്നു ആണി കയറ്റിയിരുന്നത്. ഇടയ്ക്ക് പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഗൺ പരിശോധിക്കുന്നതിനിടെ സ്വിച്ചിൽ അബദ്ധത്തിൽ വിരലമർന്ന് ആണി നെഞ്ചിൽ തുളച്ചു കയറുകയായിരുന്നു. SSF സജീവ പ്രവർത്തകനും കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്രയിലെ സ്നേഹസംഘം അംഗവുമായിരുന്ന 24 വയസ്സുകാരനായ ശിഹാബുദ്ദീൻ എരഞ്ഞിമാവ് ഇന്നലെ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കയറ്റത്തിൽ കുടുങ്ങിയ ലോറിയിൽ നിന്ന് മണൽ നീക്കം ചെയ്യാനെത്തിയ ടിപ്പർ ലോറിയുടെ പിൻചക്രം ദേഹത്തു കയറിയാണ് ശിഹാബുദ്ദീൻ മരണപ്പെട്ടത്. ലോറിയിലെ താൽക്കാലിക ജീവനക്കാരൻ എരഞ്ഞിമാവ് ശങ്കരൻ കണ്ടിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകനാണ് ശിഹാബുദ്ദീൻ. വലിയ പറമ്പ് കക്കാട് റോഡിലെ സർക്കാർ പറമ്പിൽ ചൊവ്വാഴ്ച ഉച്ചക്ക് 12:30ഓടെയാണ് അപകടം. മണൽ നീക്കം ചെയ്യാനെത്തിയ ടിപ്പർ ലോറിയിലെ ക്ലീനറായിരുന്നു ശിഹാബുദ്ദീൻ. ഇരു ലോറികളുടെയും പിൻഭാഗം അടുപ്പിച്ചു നിർത്തി മണൽ എടുത്തു മാറ്റുന്നതിനിടയിൽ എതിരെ മറ്റൊരു വാഹനം വന്നു. ഈ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനായി ടിപ്പറിന്റെ പിൻചക്രങ്ങൾക്കിടയിൽ സ്ഥാപിച്ച കട്ട എടുത്തു മാറ്റുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഷിഹാബിന്റെ കൈ ടയറിനടിയിൽ കുടുങ്ങുകയായിരുന്നു. തെന്നിമാറാൻ ശ്രമിക്കുമ്പോഴേക്കും ചക്രം ദേഹത്ത് കയറിയിറങ്ങി. ആസ്പത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരണം സംഭവിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായ ശിഹാബുദ്ദീൻ അവധി ദിവസങ്ങളിൽ ലോറിയിൽ പോകാറുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നടന്ന മയ്യിത്ത് നിസ്കാരത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. സൗദി അറേബ്യയിലെ റിയാദിലുണ്ടായ വാഹനാപകടത്തിൽ ചമ്മാട് സ്വദേശി മരിച്ചു. കരിപ്പറമ്പത്ത് പരേതനായ കുഞ്ഞാലസൻ ഹാജിയുടെ മകൻ മുഹമ്മദ് കോയ ആണ് മരണപ്പെട്ടത്. റിയാദിലെ റബുവയിൽ ബക്കാല നടത്തി വരികയായിരുന്നു അദ്ദേഹം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www
www.sunniOnlineClass.com. ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. മംഗലാപുരം ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കെല്ലാം നഷ്ടപരിഹാരം നൽകിയെന്ന അധികൃതരുടെ വാദം തെറ്റാണെന്ന് ദുരന്തത്തിന് ഇരയായവരുടെ ബന്ധുക്കൾ. ദുരന്തത്തിൽ ഭാര്യയെയും 2 മക്കളെയും നഷ്ടപ്പെട്ട മംഗലാപുരം സ്വദേശി സന്തോഷ് റായിയാണ് ഇതിനെതിരെ രംഗത്തെത്തിയത്. രാജ്യാന്തര നിയമമായ മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് പകരം നിശ്ചിത തുക നൽകി രക്ഷപ്പെടാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് സന്തോഷ് റായി പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് മാത്രം അധികൃതർക്ക് കൈ കഴുകാനാകില്ല. റെസിപ്റ്റ് ആൻഡ് ഇൻഡംനിറ്റി പ്രകാരമുള്ള തുകയാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും അർഹമായ നഷ്ടപരിഹാരത്തിനായി കേസ് കൊടുത്തതായും സന്തോഷ് വ്യക്തമാക്കി. Receipt and indemnity is not settled case. Receipt and indemnity means what money they have given basically as per Nanavati's law we have taken. Because the Nanavati himself implemented his own law or their law. Montreal law was not implemented. So we have taken, we are filing a case. That is called receipt and indemnity. There was no negotiation at all. വിലമതിക്കാനാവാത്തതാണ് തങ്ങളുടെ നഷ്ടം. ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിന് പകരം മരിച്ചവരുടെ ചാരം വെച്ച് വിലപേശി കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് അധികൃതർ. ഇത്രയും തുക തിരിച്ചു നൽകിയാൽ നഷ്ടപ്പെട്ട 158 ജീവനുകൾ തിരിച്ചു തരാനാകുമോ എന്നും ബന്ധുക്കൾ ചോദിക്കുന്നു. രാജ്യാന്തര നിയമമനുസരിച്ചുള്ള നീതിയാണ് തേടുന്നത്. അതിന് ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Cases are with my lawyer and is working right now. So we are fighting again and we will not let it happen, go out of our hands that easily. We will fight to the last. ബാംഗ്ലൂരിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട മലയാളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയ ശ്രീരാഗ് അർദ്ധരാത്രിക്കു ശേഷം മറ്റെവിടേക്കു കാറിൽ പോയപ്പോഴാണ് കൊലപാതകം നടന്നത്. കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്രീരാഗ് ഇന്നലെയാണ് ബാംഗ്ലൂരിൽ കൊല്ലപ്പെട്ടത്. ശരീരത്തിൽ സെല്ലോ ടാപ്പ് വരിഞ്ഞു ബന്ധിച്ച ശേഷം തലയിൽ പ്ലാസ്റ്റിക് കവർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വന്തം കാറിന്റെ പിൻസീറ്റിൽ മരിച്ച് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ശരീരത്തിൽ മറ്റു മുറിവുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല. മരിക്കുന്നതിന്റെ തലേദിവസം രാത്രി AECS ലേഔട്ടിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ശ്രീരാഗ് മടങ്ങിയത്. 1 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം താമസ സ്ഥലത്തെത്തിയ ശേഷം ശ്രീരാഗ് കാറിൽ മറ്റെവിടേക്ക് പോയപ്പോഴാണ് കൊല നടന്നതെന്ന് വ്യക്തമാണ്. അർദ്ധരാത്രിക്കു ശേഷം ശ്രീരാഗ് പോയതെവിടെയാണെന്ന് കണ്ടെത്തി കൊലപാതകത്തിന് തുമ്പുണ്ടാക്കാനാണ് പോലീസിന്റെ ശ്രമം. ശ്രീരാഗ് ബന്ധുവീട്ടിലെത്തിയത് ബൈക്കിലാണെന്നും തലേദിവസം ധരിച്ചിരുന്ന വസ്ത്രമല്ല മരണസമയത്ത് കാണപ്പെട്ടതെന്നും ബന്ധു ശക്തിധരൻ പറഞ്ഞു. അതേസമയം 1 വർഷത്തോളമായി HP-യിൽ ജോലി ചെയ്യുന്ന ശ്രീരാഗ് ജോലിയിൽ മിടുക്കനാണെന്ന് ബന്ധു സാക്ഷ്യപ്പെടുത്തുന്നു. ഇക്കാരണത്താൽ സംഭവത്തിനു പിന്നിൽ പ്രൊഫഷനിലെ വൈരാഗ്യം സംശയിക്കുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മറ്റു വിധത്തിലുള്ള ഒരു ഭീഷണിയും ശ്രീരാഗിന് ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീരാഗിനൊപ്പം ASCS-ലെ താമസിക്കുന്ന യുവാവിനെ മഹാദേവ പോലീസ് ചോദ്യം ചെയ്തു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. 98 ഔട്ട്ലെറ്റുകളും 4 മൊബൈൽ ഔട്ട്ലെറ്റുകളും ഉണ്ട്. മൊബൈൽ ഔട്ട്ലെറ്റ് ട്രിവാൻഡ്രത്താണ്. അതുപോലെ തന്നെ VFPC വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കേരളയുടെ 25 ഔട്ട്ലെറ്റുകളും തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായിട്ട് 2 ബിഗ് ബസാറുകളും.
സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 26 ഔട്ട്ലെറ്റുകളാണുള്ളത്. 106 പുതിയ ഔട്ട്ലെറ്റുകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് നൽകണം. 30% താഴെ വിൽക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നൽകി. മന്ത്രിമാരായ KP മോഹനൻ, അനൂപ് ജേക്കബ്, ഹോർട്ടികോർപ്പിലെയും സിവിൽ സപ്ലൈസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ വ്യവസായ ലോകത്തെ ഞെട്ടിച്ച് വൻ കോർപ്പറേറ്റ് കുംഭകോണത്തിന്റെ വാർത്ത പുറത്തുവന്നു. റീബക് ഇന്ത്യയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ സുബീന്ദർ സിംഗ് പ്രേമും മുൻ COO വിഷ്ണു ഭഗതും ചേർന്ന് 8,700 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഇവർക്കെതിരെ കമ്പനി കേസ് രജിസ്റ്റർ ചെയ്തു. ഇല്ലാത്ത ഇടപാടുകളുടെ പേരിലും വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് പണം കൈമാറ്റം നടത്തിയും രഹസ്യ ഗോഡൌണുകൾ വഴി ഉൽപ്പന്നങ്ങൾ കടത്തിയുമാണ് വെട്ടിപ്പ് നടത്തിയത്. അദിദാസിന്റെയും റീബക്കിന്റെയും ലയന നീക്കത്തിന്റെ ഭാഗമായി സുബീന്ദർ സിംഗ് അദിദാസിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തെത്തിയിരുന്നു. മാർച്ചിൽ വെട്ടിപ്പ് പുറത്തുവന്നതിനെ തുടർന്ന് സിംഗിനെ ആ സ്ഥാനത്തുനിന്ന് നീക്കി. വിഷ്ണു ഭഗതിനെയും പുറത്താക്കി. സത്യം അഴിമതിക്കു ശേഷമുള്ള ഏറ്റവും വലിയ കുംഭകോണമാണ് ഇത്. സമരം തുടരുന്ന പൈലറ്റുമാർക്കെതിരെ എയർ ഇന്ത്യ മാനേജ്മെന്റ് ഡൽഹി ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. സമരം നിയമവിരുദ്ധമാണെന്ന കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് ഹർജി ഫയൽ ചെയ്തത്. സമരം 16 ദിവസമായി തുടരുകയാണ്. പൈലറ്റുമാരുടെ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യക്ക് 250 കോടിയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. എന്നാൽ പിരിച്ചുവിട്ട പൈലറ്റുമാരെയെല്ലാം തിരിച്ചെടുക്കണമെന്നും തങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് പൈലറ്റുമാരുടെ വാദം. 101 പൈലറ്റുമാരെ ഇതിനകം പിരിച്ചുവിട്ടിട്ടുണ്ട്. 6 പതിറ്റാണ്ടിന് ശേഷം ജനാധിപത്യ പ്രക്രിയയിലൂടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഈജിപ്തുകാർ ഒരുങ്ങി. ഇന്നും നാളെയുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5 കോടി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. ഇസ്ലാമിസ്റ്റുകളും മതനിരപേക്ഷവാദികളും തമ്മിലും വിപ്ലവ കക്ഷികളും മുബാറക്കിന്റെ കാലത്തെ മന്ത്രിമാരും തമ്മിലാണ് പ്രധാന മത്സരം. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി പിന്മാറിയിരുന്നു. അഭിഭാഷകനായ മുഹമ്മദ് ഫൗസി ഈസയാണ് പിന്മാറിയത്. മുൻ വിദേശകാര്യമന്ത്രിയും അറബ് ലീഗ് മുൻ സെക്രട്ടറി ജനറലുമായ അമ്രു മൂസക്ക് പിൻബലമേകാനാണ് പിന്മാറ്റമെന്ന് മുഹമ്മദ് ഫൗസി ഈസ വ്യക്തമാക്കി. മുബാറക്കിന്റെ ഭരണകാലത്ത് മന്ത്രിമാരുടെ അഭിഭാഷകനായിരുന്നു മുഹമ്മദ് ഈസ. ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 12ആയി. മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ വിഭാഗമായ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥി മുഹമ്മദ് മുർസി, മുൻ മന്ത്രി അമ്രു മൂസ, മുൻ പ്രധാനമന്ത്രി അഹമ്മദ് ഷഫീഖ്, സലഫി പിന്തുണയുള്ള അബ്ദുൽ ഫുറൂഹ് തുടങ്ങിയവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത്. പോളിംഗ് ദിവസങ്ങളിൽ ജനങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കണമെന്നും ജനവിധി മാനിക്കാൻ എല്ലാ സംഘടനകളും തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി കമാൽ ജൻസൂരി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ഇന്തോ അറബ് സഹകരണ സമ്മേളനത്തിന് അബുദാബിയിൽ തുടക്കമായി. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വ്യാപാര മേഖലകളിൽ സഹകരണം കണ്ടെത്തണമെന്ന് ആഹ്വാനം ചെയ്താണ് 2 ദിവസത്തെ സമ്മേളനം ആരംഭിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവാക്കളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വരുന്ന വർഷങ്ങളിൽ വിദേശ നിക്ഷേപങ്ങൾ നടത്താൻ ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ. ഊർജം, റിയൽ എസ്റ്റേറ്റ്, വ്യോമയാനം, റെയിൽ, റോഡ് തുടങ്ങിയ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കാണ് രാജ്യത്തെ നിക്ഷേപങ്ങൾക്ക് സാധ്യതയേറെയുള്ളത്. മാത്രമല്ല, ഇന്ത്യക്ക് വ്യാവസായിക, വ്യാപാര, ശാസ്ത്രീയ, സാങ്കേതിക രംഗത്ത് നടത്താൻ കഴിയുന്ന കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് സാങ്കേതിക പരിജ്ഞാനവും ശാസ്ത്രീയമായ നേട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളിലെ വ്യാവസായിക വികസന പുരോഗതിയും അതുപോലെ അറബ് രാജ്യങ്ങളിലെ നിക്ഷേപകർ ഇന്ത്യയിൽ വ്യവസായം സ്ഥാപിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അറബ് രാജ്യങ്ങളിലും തമ്മിലുള്ള വ്യാപാരം $65 ബില്യൺ.
വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇത് 100 ബില്യനാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അഹമ്മദ് പറഞ്ഞു. അതേസമയം ജലസംരക്ഷണം, ഊർജ്ജ പുനരുപയോഗം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാകുമെന്ന് UAE വിദേശ വ്യാപാര മന്ത്രി ഷെയ്ഖ് ലുബ്ന ബിൻ ഖാലിദ് അൽ ഖാസിമി പറഞ്ഞു. പരമ്പരാഗതമായ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വ്യാപാര മേഖലകളിൽ സഹകരണം വേണമെന്നും ഷെയ്ഖ് ലുബീന സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അറബ് രാജ്യങ്ങളിലെ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്ന് വൻ നിക്ഷേപത്തിനുള്ള സാധ്യതകളാണ് കേരളം ഇന്തോ അറബ് സഹകരണ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലകളിലാണ് നിക്ഷേപ സാധ്യതകൾ ഏറെയുള്ളത്. ഊർജം, തുറമുഖങ്ങൾ, റെയിൽവേ, കൊച്ചി, പാലക്കാട് ദേശീയ നിക്ഷേപ മേഖല, കൊച്ചി ഇലക്ട്രോണിക് ഹബ്ബ്, തിരുവനന്തപുരം ലൈഫ് സയൻസസ് പാർക്ക് എന്നിവയിലാണ് കേരളം വിദേശ നിക്ഷേപം തേടുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ ഇടനാഴിയാണ് അതിൽ പ്രധാനം. $200 കോടി പദ്ധതിക്കാണ് നിക്ഷേപകരെ തേടുന്നത്. കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഊർജ്ജ മേഖലയിൽ ചീമേനി വൈദ്യുതി പദ്ധതിയിലാണ് പ്രധാനമായും പങ്കാളിയെ തേടുന്നത്. 1200 മെഗാവാട്ട് ഗ്യാസ് അധിഷ്ഠിത വൈദ്യുത പദ്ധതിക്ക് $1000 ദശലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്നത്. കുവൈത്തിൽ വിദേശികളുടെ എണ്ണം കുറയുന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ കുടിയേറ്റ വിഭാഗം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തേക്കാൾ 19% കുറവുണ്ടായെന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കിൽ പറയുന്നത്. അനധികൃത താമസക്കാർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ, മനുഷ്യക്കടത്ത് തടയൽ, തൊഴിൽ വിപണിയിൽ സന്തുലനം എന്നിവയാണ് വിദേശികളുടെ എണ്ണം കുറയുന്നതിന് കാരണമായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. 23 രാജ്യങ്ങളിൽ നിന്നായി 21,67,000 വിദേശികളാണ് കുവൈത്തിലെ തൊഴിൽ മേഖലയിൽ ഉള്ളത്. അവരിൽ 94,040 പേർ പൊതുമേഖലയിലും 11,09,000 പേർ സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നു. ഗാർഹിക തൊഴിലാളികളായി 6,06,482 വിദേശികളും കുവൈത്തിലുണ്ട്. ഗാർഹിക തൊഴിലാളികളിൽ 85% വനിതകളാണ്. ആശ്രിത വിസയിൽ 4,48,394 പേരാണുള്ളത്. ഇന്ത്യക്കാരാണ് ഇപ്പോഴും കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം. പുതിയ കണക്കു പ്രകാരം 6,53,223 ഇന്ത്യക്കാർ രാജ്യത്തുണ്ട്. അവരിൽ 20,845 പേർ പൊതുമേഖലയിലും 2,94,889 പേർ സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവരാണ്. ഗാർഹിക തൊഴിലുമായി ബന്ധപ്പെട്ട് 2,48,969 ഇന്ത്യക്കാരുമുണ്ട്. അബുദാബിയിൽ സ്കൂൾ പ്രവേശനത്തിന് കുട്ടികൾക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയതായി വിദ്യാഭ്യാസ വകുപ്പ്. വേനലവധിക്ക് ശേഷം ID കാർഡ് അവലംബമാക്കിയാണ് പ്രവേശനം നൽകുകയെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. അബുദാബി വിദ്യാഭ്യാസ കൌൺസിൽ ID കാർഡ് നിർബന്ധമാക്കിയ കാര്യം അംഗീകരിച്ചതായി EIDI വ്യക്തമാക്കി. നഴ്സറി ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത അധ്യയന വർഷം മുതൽ അഡ്മിഷൻ നൽകുകയുള്ളൂ. റംസാൻ അവധി കഴിയുന്നതോടെ ഇന്ത്യൻ സ്കൂളുകളിലും ഈ നിയമം പ്രാബല്യത്തിൽ വരും. ദുബായ് ഒഴികെ എല്ലാ എമിറേറ്റുകളിലും എല്ലാ ഇടപാടുകൾക്കും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തിരിച്ചറിയൽ കാർഡിനായി വിസ പതിച്ച സ്വതന്ത്ര പാസ്പോർട്ട് വേണം. കുട്ടികളുടെ പേര് അശ്രിതരുടെ പാസ്പോർട്ടിലാണെങ്കിൽ ID കാർഡിന് അപേക്ഷ നൽകാനാകില്ല. പുതിയ നമ്പർ നൽകിയാണ് കുട്ടികൾക്ക് കാർഡ് നൽകുക. കുട്ടികളുടെ കാർഡിന് അപേക്ഷ നൽകുന്നതിന് കാലതാമസം വരുത്തിയതിൽ പിഴ ഉണ്ടാകുമെന്നും AIDA വ്യക്തമാക്കി. ദുബൈയിൽ കാർഡിനായി അപേക്ഷ നൽകാത്തവരിൽ കൂടുതലും തൊഴിലാളികളാണെന്ന് മന്ത്രാലയം അറിയിച്ചു. എമിറേറ്റിലെ കമ്പനി പ്രതിനിധികൾക്കും സ്ഥാപന മേധാവികൾക്കും EIDA അറബിയിലും ഇംഗ്ലീഷിലുമായി SMS അയച്ചിട്ടുണ്ട്. അതേസമയം കാർഡ് വിതരണം വേഗത്തിലാക്കാൻ എമിറേറ്റ്സ് പോസ്റ്റ് പ്രവൃത്തി സമയം കൂട്ടുകയും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. UAEയിൽ പ്രതിദിനം 32,000 കാർഡുകളാണ് വിതരണം ചെയ്യുന്നത്. ഇസ്ലാമാബാദിൽ വടക്കൻ വസീറിസ്ഥാനിലെ ഗോത്ര മേഖലയിൽ അമേരിക്കയുടെ പൈലറ്റില്ല വിമാനമായ ഡ്രോൺ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. മേഖലയിലെത്തിയ 5 ആളില്ലാ വിമാനങ്ങളിൽ ഒന്നാണ് ആക്രമണം നടത്തിയത്.
ഇന്ന് പുലർച്ചെ ദത്താക്കൽ പട്ടണത്തിലെ ഒരു വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. 2 മിസൈലുകളാണ് വീട്ടിൽ പതിച്ചത്. ഹക്കാനി ഗ്രൂപ്പിന് ഏറെ സ്വാധീനമുള്ള പട്ടണമാണിത്. ഈ വർഷം ഇതുവരെ പാകിസ്ഥാനിൽ US നടത്തിയ 13 ഡ്രോൺ ആക്രമണങ്ങളിൽ 98 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന് പാകിസ്ഥാൻ പാർലമെന്റ് അമേരിക്കയോട് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. 2011 നവംബറിൽ US നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 24 പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തങ്ങളുടെ രാജ്യത്തിലൂടെയുള്ള നാറ്റോ പാതകൾ പാകിസ്ഥാൻ അടച്ചിരുന്നു. രൂപയുടെ വില വീണ്ടും ഇടിഞ്ഞു. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ തകർച്ച വീണ്ടും. ഡോളറിന് 55.65 ആണ് പുതിയ നിരക്ക്. വ്യാപാരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇത് 55.76 വരെ ഉയർന്നു. 55.39 ആയിരുന്നു ഇന്നലത്തെ നിരക്ക്. ബാങ്കുകളിൽ നിന്നും എണ്ണ ഇറക്കുമതി കമ്പനികളിൽ നിന്നുമുണ്ടായ വർദ്ധിച്ച ഡോളർ ഡിമാൻഡാണ് രൂപയുടെ വിലയിടിച്ചത്. സ്വർണവിലയിൽ നേരിയ കുറവ്. സ്വർണവില ഇന്ന് പവന് 80 രൂപ കുറഞ്ഞ് 21,600 രൂപയായി. തിങ്കളാഴ്ച 80 രൂപ വർധനവുണ്ടായിരുന്ന സ്വർണവിലയിൽ ഇന്നലെ മാറ്റമുണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്ന് വിലയിൽ നേരിയ കുറവുണ്ടാകുകയായിരുന്നു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2,700 രൂപയായി. തങ്കം വെള്ളി നിരക്കുകളിലും കുറവുണ്ടായി. തങ്കം പവന് 29,370 രൂപയും വെള്ളി കിലോഗ്രാമിന് 54,200 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. അവസാനമായി KMIC വാർത്തകൾ. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ പ്രവാചക പ്രകീർത്തനത്തോടെയും ബദരിയത്ത് ഗീതത്തോടെയും ആരംഭിച്ച ക്ലാസ് റൂം പ്രോഗ്രാമുകൾ രാവിലെ 10:30 ഷാഫി മഹ്ലരി ക്ലാസ് എടുത്തു. 11:30 KM ബാവ മുസ്ലിയാർ മുഹീദ്യമാല എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. 12:30 മുസ്തഫ സാദി അദ്കിയ ക്ലാസ് എടുത്തു. 1:30 എനിയം സഖാഫി വന്നിയൂർ. 2:30 അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തെക്കുറിച്ച് സാജിർ ഹസനി ക്ലാസ് എടുത്തു. ഇനി KMICയിൽ വിലപ്പെട്ട ക്ലാസുകളും ലൈവ് പ്രോഗ്രാമുകളും എത്താനുണ്ടെന്ന് KMIC TVM ഓഫീസിൽ നിന്ന് അറിയിച്ചു. വൈകിട്ട് 4:30 ബുർദ എന്ന വിഷയത്തെക്കുറിച്ച് ഫളുൽ റഹ്മാൻ സഖാഫി ക്ലാസ് എടുക്കും. 5:30 തകർന്നടിയുന്ന വഹാബിസം എന്ന വിഷയത്തെക്കുറിച്ച് MK സഖാഫി സംസാരിക്കും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് കൊല്ലത്തു നിന്നും മൗലാന പേരൂട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണം തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 11:30 അബൂ ഹാഷിർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കർമ്മശാസ്ത്രം എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. തുടർന്ന് 12:30 ത്വലാഖ് എന്ന വിഷയത്തെക്കുറിച്ച് മുസ്തഫ സഖാഫി കാരയിൽ സംസാരിക്കും. രാത്രി 2:30 ആരംഭിക്കുന്ന മുഹീദ്യമാല, ഹദ്ദാദ് റാത്തിബ്, ബുർദ ആസ്വാദനം തുടങ്ങിയ പ്രോഗ്രാമുകളിൽ രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെയ്ലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ചോദിക്കുക.